ഏവർക്കും ഒയാസിസ് പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു വീണ്ടും വിശേഷങ്ങളിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. പുതിയ വീണ്ടും വിശേഷങ്ങളിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ആദ്യമായാണ് നിങ്ങൾ ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്തിടാനും മറക്കല്ലേ. അങ്ങനെ ചെയ്താൽ മാത്രമാണ് ദിവസവും ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഓരോരോ പുതിയ വീടിൻ്റെയും പ്ലോട്ടുകളുടെയും വിശേഷങ്ങൾ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. ഇനി നമുക്ക് വേണ്ടി കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകാം. ഈ വീട് സ്ഥിതി ചെയ്യുന്ന എറണാകുളം ജില്ലയിലാണ്. എറണാകുളം ജില്ലയിൽ കാക്കനാട് തെങ്ങോട് ബസ് റൂട്ടിൽ സെക്കൻഡ് പ്ലോട്ടായി സ്ഥിതി ചെയ്യുന്ന മനോഹരമായ ഈ വീട് വരുന്നത് 5.25 സെൻറ്റ് ഒറിജിനൽ ലാൻഡിലാണ്. 2200 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമും ഒരു സ്റ്റഡി റൂമായാണ് ഈ വീട് വരുന്നത്. ഈ ഒരു ലൊക്കേഷനിൽ നിന്നും കാക്കനാടുള്ള ഇൻഫോ പാർക്കിലേക്ക് വെറും 2.5-3 കിലോമീറ്റർ മാത്രം ദൂരവും, സിവിൽ സ്റ്റേഷനിലേക്ക് 3-3.5 കിലോമീറ്റർ മാത്രം ദൂരവും, തൊട്ടടുത്തുള്ള ബസ് സ്റ്റോപ്പിലേക്ക് ജസ്റ്റ് വാക്കിംഗ് ഡിസ്റ്റൻസ് ഒരു 20 മീറ്റർ മാത്രം ദൂരവുമാണ് വരുന്നുള്ളൂ. ഈ വീടിൻ്റെ മെയിൻ വാട്ടർ സോഴ്സായി വരുന്നത് മനോഹരമായൊരു കിണറാണ്. മാത്രമല്ല KWA കണക്ഷനും ഇവിടെ അവൈലബിൾ ആണ്. വീടിൻ്റെ മുൻവശത്ത് കടുപ്പാക്കല്ലുകളാണ് വിരിച്ചിരിക്കുന്നത്. അതിൽ ആർട്ടിഫിഷ്യൽ ഗ്രാസും വെച്ച് നൽകുന്നതാണ്. 2 കാറുകൾ ഒരേ സമയത്ത് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. അത്യാവശ്യം വലിപ്പമുള്ളൊരു സിറ്റ് ഔട്ടാണ് നൽകിയിരിക്കുന്നത്. സിറ്റ് ഔട്ടിൻ്റെ ഫ്ലോറിങ്ങിനായി ഗ്രാനൈറ്റും നൽകിയിരിക്കുന്നു. വീടിൻ്റെ മുൻവശത്തെ ഡോർ ഓപ്പൺ ചെയ്തകത്ത് കിടക്കുന്നത് ഗസ്റ്റ് ലിവിങ് സ്പേസിലേക്കാണ്. നല്ല സ്പേഷ്യസ് ആയ ലിവിങ് സ്പേസാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. ഫോൾ സീലിംഗ് വർക്കുകൾ ചെയ്ത് മനോഹരമാക്കിയിരിക്കുന്നു. മാത്രമല്ല വലിയൊരു TV യൂണിറ്റും നമുക്കിവിടെ അവൈലബിൾ ആണ്. ധാരാളം വെന്റിലേഷൻ സൗകര്യം ഉറപ്പുവരുത്തി തന്നെയാണ് ഈ ലിവിങ് സ്പേസ് നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടെ നിന്നും അടുത്ത എൻട്രി വരുന്ന ഇവിടുത്തെ ഡൈനിങ് സ്പേസിലേക്കാണ്. നല്ലൊരു സ്പേഷ്യസ് ആയ ഡൈനിങ് സ്പേസാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. ഒരു 10-12 പേർ കപ്പാസിറ്റിയുള്ള ഡൈനിങ് ടേബിൾ യൂസ് ചെയ്യാനുള്ള സ്പേസ് നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. ഫോൾ സീലിംഗ് വർക്കുകൾ ചെയ്ത് മനോഹരമാക്കിയിരിക്കുന്നു. മനോഹരമായൊരു ഓപ്പൺ കിച്ചണാണ് വീടിന് നൽകിയിരിക്കുന്നത്. ഡൈനിങ് സ്പേസിൻ്റെ ഒരു സൈഡ് വശത്തായാണ് വാഷ് ബേസിൻ നൽകിയിരിക്കുന്നത്. സെറയുടെ സാനിറ്ററി ഫിറ്റിങ്സുകളാണ് ഇതിനു വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള സ്റ്റെയർ കേസ് ഇവിടെ നിന്നാണ് നൽകിയിരിക്കുന്നത്. സ്റ്റെയർ കേസിൻ്റെ അടിഭാഗത്തായി ധാരാളം സ്റ്റോറേജ് സൗകര്യം നൽകിയിരിക്കുന്നു. നല്ല നീളത്തിലുള്ള ഡൈനിങ് സ്പേസാണ് നമുക്ക് ലഭിക്കുന്നത്. നല്ലൊരു സ്പേഷ്യസ് ആയ കിച്ചണാണ് നൽകിയിരിക്കുന്നത്. ധാരാളം കബോർഡ് വർക്കുകൾ ചെയ്ത് അലങ്കരിച്ചിരിക്കുന്നു. വലിയൊരു റെഫ്രിജറേറ്റർ വയ്ക്കാനുള്ള സ്പേസും അവൈലബിൾ ആണ്. മാത്രമല്ല ഫോൾ സീലിംഗ് വർക്കുകൾ ഇവിടെയും ചെയ്തിരിക്കുന്നു. ധാരാളം കബോർഡ് വർക്കുകൾ ചെയ്ത് അലങ്കരിച്ച കിച്ചണിൽ ബ്ലാക്ക് കളർ ഗ്ലോസി ഗ്രാനൈറ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത്. കിച്ചണിൻ്റെ സൈഡ് വശത്തായി കിച്ചണിനോട് അടുത്തായി ഒരു സെക്കൻഡ് കിച്ചൺ കൂടി അവൈലബിൾ ആണ്. ഇവിടെയും നമുക്ക് ധാരാളം കബോർഡ് വർക്കുകൾ ചെയ്ത് വാഷ് ബേസിനെല്ലാം നൽകി നല്ല ഭംഗിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കിച്ചൻ്റെ ബാക്ക് വശത്തായി വേണമെങ്കിൽ ഒരു വർക്ക് ഏരിയ നിർമ്മിക്കാനുള്ള സ്പേസ് അവൈലബിൾ ആണ്. വീടിൻ്റെ ചുറ്റുഭാഗങ്ങളും നമുക്ക് ഇൻ്റർലോക്ക് ചെയ്ത് ഭംഗിയാക്കി ലഭിക്കുന്നതാണ്. നമുക്കിനി ഇവിടുത്തെ ബെഡ്റൂമുകളൊന്ന് പരിചയപ്പെടാം. 4 ബെഡ്റൂമുകളാണ് ഈ വീടിന് വരുന്നത്. ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ബെഡ്റൂമുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതിലെ ഫസ്റ്റ് ബെഡ്റൂമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ബെഡ്റൂമിനും അറ്റാച്ച്ഡ് ബാത്റൂമും വാർഡ്രോബ് സൗകര്യവും നൽകി തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഫോൾ സീലിംഗ് വർക്കുകൾ ചെയ്തിരിക്കുന്നു. മനോഹരമായ വാർഡ്രോബാണ് നല്ല ക്വാളിറ്റിയിൽ തന്നെ നിർമ്മിച്ചിരിക്കുന്നു. ബാത്റൂം ഒന്ന് പരിചയപ്പെടാം. ബാത്റൂമിൻ്റെ ഡോറ് നൽകിയിരിക്കുന്ന ഫൈബർ മെറ്റീരിയൽസിൻ്റെ ഡോറാണ്. ബാത്റൂമിൻ്റെ സാനിറ്ററി ഫിറ്റിങ്സുകളായി ജാഗ്വറും അതേപോലെ തന്നെ സെറയുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഹോട്ട് വാട്ടർ ലഭിക്കാനുള്ള പ്രത്യേക സജ്ജീകരണങ്ങൾ ലഭ്യമാണ്. മനോഹരമായ രീതിയിൽ തന്നെയാണ് ബാത്റൂം ടൈൽസുകൾ നൽകിയിരിക്കുന്നത്. ബാത്റൂം ഫ്ലോറിങ്ങിനായി മാറ്റ് ഫിനിഷുള്ള ടൈൽസുകളാണ് നൽകിയിരിക്കുന്നത്. നമുക്കിനി ഇവിടുത്തെ സെക്കൻഡ് ബെഡ്റൂം ഒന്ന് പരിചയപ്പെടാം. നല്ലൊരു സ്പേഷ്യസ് ആയ ബെഡ്റൂമാണ് നമുക്കിവിടെയും ലഭിക്കുന്നത്. ഫോൾ സീലിംഗ് വർക്കുകൾ ചെയ്ത് മനോഹരമാക്കിയിരിക്കുന്നു. ധാരാളം വെന്റിലേഷൻ സൗകര്യം ഉറപ്പുവരുത്തിയിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമും വാൾഡ്രോബ് സൗകര്യവും നൽകി തന്നെയാണ് ഈ ബെഡ്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വലിയ വെറ്റിഫൈഡ് ടൈൽസുകളാണ് ഫ്ലോറിങ്ങിനായി ഉപയോഗിച്ചിരിക്കുന്നത്. ബാത്റൂം സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ സെറയുടെയും അതുപോലെ ജാഗ്വറിൻ്റെയും സാനിറ്ററി ഫിറ്റിങ്സുകളാണ് ഇവിടെയും ഉപയോഗിച്ചിരിക്കുന്നത്. ഏതാണ്ട് 10 വർഷത്തോളം ഗ്യാരണ്ടി ഉറപ്പ് നൽകുന്ന സാനിറ്ററി ഫിറ്റിങ്സുകളാണ് നൽകിയിരിക്കുന്നത്. ഈ വീടിന് ഉപയോഗിച്ചിരിക്കുന്ന ഇലക്ട്രിക് മെറ്റീരിയൽസ് എല്ലാം തന്നെ നല്ല ബ്രാൻഡഡ് ഐറ്റംസ് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. വിഗാൻ്റെയും GMൻ്റെയും വയറുകളും സ്വിച്ചുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്ക് ഇവിടുത്തെ ഫസ്റ്റ് ഫ്ലോറിലേക്കൊന്ന് പോകാം. ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള സ്റ്റെയർ കേസ് നൽകിയിരിക്കുന്നത് ഡൈനിങ് സ്പേസ് തന്നെയാണ്. സ്റ്റെയർ കേസിൻ്റെ ഫ്ലോറിങ്ങിനായി ഗ്രാനൈറ്റും ഹാൻഡ് റെയിലിനായി ടഫൻ ഗ്ലാസും സ്റ്റീലുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് കയറി നേരെ ചെന്നെത്തുന്ന അപ്പർ ലിവിങ് ഏരിയയിലേക്കാണ്. നല്ലൊരു സ്പേഷ്യസ് ആയ ലിവിങ് സ്പേസാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. TV യൂണിറ്റും നമുക്കിവിടെ അവൈലബിൾ ആണ്. ഫോൾ സീലിംഗ് വർക്കുകൾ ചെയ്തിരിക്കുന്നു. ധാരാളം വെന്റിലേഷൻ സൗകര്യം ഉറപ്പുവരുത്തിയിട്ടുണ്ട്.
ഒരു സ്റ്റഡി ഏരിയ നമുക്കിവിടെ അവൈലബിൾ ആണ്. മാത്രമല്ല 2 ബെഡ്റൂമുകളാണ് നമുക്ക് ഫസ്റ്റ് ഫ്ലോറിൽ വരുന്നത്. അതിൽ ഫസ്റ്റ് ബെഡ്റൂമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ബെഡ്റൂമിനും അറ്റാച്ച്ഡ് ബാത്റൂമും വാർഡ്രോബ് സൗകര്യത്തോടു കൂടി തന്നെയാണ് ബെഡ്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മനോഹരമായ രീതിയിൽ തന്നെ ഡിസൈൻ ചെയ്ത ഈ ബെഡ്റൂമിന് ഫോൾ സീലിംഗ് വർക്കുകൾ ചെയ്തിരിക്കുന്നു. ധാരാളം വെന്റിലേഷൻ സൗകര്യം ഉറപ്പുവരുത്തിയിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമും വാർഡ്രോബ് സൗകര്യവും നൽകി തന്നെയാണ് ബെഡ്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഗ്രൗണ്ട് ഫ്ലോറിലെ ബെഡ്റൂമുകളുടെ അതേ സ്പേഷ്യസായി തന്നെയാണ് ഈ ബെഡ്റൂമുകളും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ബാത്റൂമിൽ സരയുടെയും ജാഗോയുടെയും സാനിറ്ററി ഫിറ്റിംഗ്സുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഇവിടുത്തെ 4th ബെഡ്റൂം ഒന്ന് പരിചയപ്പെടാം. ഗ്രൗണ്ട് ഫ്ലോറിലെ അതേ സൈസിലുള്ള അതേ ബെഡ്റൂം തന്നെയാണ് നമുക്ക് ഫസ്റ്റ് ഫ്ലോറിൽ വരുന്നത്. ഈ ബെഡ്റൂമിനും അറ്റാച്ച്ഡ് ബാത്റൂമും വാർഡ്രോബ് സൗകര്യത്തോടു കൂടി തന്നെ അതേ അളവിൽ തന്നെയാണ് ഈ ബെഡ്റൂമും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. 2 ബെഡ്റൂമുകൾ ഗ്രൗണ്ട് ഫ്ലോറിലും 2 ബെഡ്റൂമുകൾ ഫസ്റ്റ് ഫ്ലോറിലും അവൈലബിൾ ആണ്. മാത്രമല്ല ഒരു സ്റ്റഡി റൂമും നമുക്ക് ഫസ്റ്റ് ഫ്ലോറിൽ അവൈലബിൾ ആണ്. കൂടാതെ ഒരു യൂട്ടിലിറ്റി ഏരിയയും നമുക്ക് ഫസ്റ്റ് ഫ്ലോറിൽ അവൈലബിൾ ആണ്. ഇവിടെ നിന്നാണ് നമുക്ക് ടെറസിലേക്കുള്ള സ്റ്റെയർകേസ് നൽകിയിരിക്കുന്നത്. വാഷിംഗ് മെഷീൻ വയ്ക്കാനുള്ള പ്രത്യേക സജ്ജീകരണങ്ങളെല്ലാം നൽകിയിട്ടുണ്ട്. ഇവിടുത്തെ സ്റ്റഡി റൂമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. മനോഹരമായ ഈ സ്റ്റഡി റൂമിന് നമുക്ക് ഫോൾ സീലിംഗ് വർക്കുകൾ ചെയ്ത് അലങ്കരിച്ച് തന്നെയാണ് നൽകിയിരിക്കുന്നത്. UPVCയുടെ വിൻഡോ ആണ് നൽകിയിരിക്കുന്നത്. നമുക്കൊരു ബാൽക്കണി കൂടി ഫസ്റ്റ് ഫ്ലോറിൽ അവൈലബിൾ ആണ്. 5.25 സെൻറ്റ് ഒറിജിനൽ ലാൻഡിലാണ് ഈ വീട് വരുന്നത്. 2200 സ്ക്വയർ ഫീറ്റ് 4 ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമായും ഒരു സ്റ്റഡി റൂമുമായാണ് ഈ വീട് വരുന്നത്. കാക്കനാട് ഹൃദയ ഭാഗങ്ങളിൽ ആയിട്ട് സ്ഥിതി ചെയ്യുന്ന ഈ വീടിന് ചോദിക്കുന്ന വില 1,25,00,000 രൂപയാണ്. ബസ് സ്റ്റോപ്പിൻ്റെ സെക്കൻഡ് പ്ലോട്ടായി സ്ഥിതി ചെയ്യുന്ന ഈ വീട് വിസിറ്റ് ചെയ്യാനോ സ്വന്തമാക്കാനോ താല്പര്യമുണ്ടെങ്കിൽ വീഡിയോയിൽ കാണുന്ന നമ്പറുമായി കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. വീട് വാങ്ങാൻ നിങ്ങൾക്ക് ലോൺ ആവശ്യമുണ്ടെങ്കിൽ വിത്തിൻ 10 days ഞങ്ങൾ ലോണും അറേഞ്ച് ചെയ്ത് നൽകുന്നതാണ്. വീഡിയോ കണ്ട എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. മറ്റു വീഡിയോയുമായി നാളെ വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ശുഭദിനം.